ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പാമ്പാട മീൻ കറി വെച്ചാലോ? പാമ്പിൻ്റെ ഷേപ്പിലുള്ള മീനാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അയിലയും ചാളയാണ് സ്ഥിരമായിട്ടൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള മീനൊക്കെ വരുന്നത് കുറവാണ്. അപ്പോൾ ഞാൻ പുറത്ത് ബാങ്കിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. ഉണ്ടോ, പാമ്പിൻ്റെ നീട്ടമുള്ള പോലത്തുള്ള മീനാണ് കേട്ടോ. അപ്പോൾ അല്ലു പറയാണ് ഇത് പാമ്പാണല്ലോ മമ്മി എന്നും പറഞ്ഞ്. അവൾക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഞാനത് സ്ക്രബ്ബർ വെച്ചൊക്കെ നല്ലോണം ഉരച്ച് ക്ലീനാക്കി ഇതേ ചട്ടിയിലാക്കി എടുത്ത് വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് അത് മുറിച്ച് നല്ല വലിയ വലിയ കഷ്ണങ്ങളാക്കി. മുറിക്കുമ്പോൾ കുറേയൊക്കെ അധികം കഷ്ണങ്ങൾ ഉണ്ടാവും കേട്ടോ. അതപ്പോൾ കറി വയ്ക്കണേക്കാളും വറുക്കണതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചൊക്കെ കഷ്ണം എടുത്തിട്ട് ഞാനത് വറുക്കാനൊക്കെ എടുത്തു കേട്ടോ. ബാക്കിയുള്ളത് ചട്ടിയിലാക്കി എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ അത് ഇത്തിരി തേങ്ങ അരച്ച് കറി വെക്കാമല്ലോ നമുക്ക്. അപ്പോൾ അതേ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു. അത് കഴിഞ്ഞ് ഇത്തിരി പുളിയൊക്കെ 2-3 കഷ്ണം പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു കേട്ടോ. ചേർത്തലേന്ന് കൊണ്ടുവന്ന പുളിയായതുകൊണ്ട് നല്ല പുളിയാണ് കേട്ടോ. അത് നല്ലോണം പുളിയുള്ളതാണ് കേട്ടോ. അങ്ങനെ അതേ മുറിച്ച് കഷ്ണങ്ങളാക്കി എല്ലാം എടുത്ത് സെറ്റാക്കിയൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് ഇതേ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി തേങ്ങായും എല്ലാം കൂടി അങ്ങ് ഇട്ടിട്ടു. എന്നിട്ട് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ടു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ പച്ചമുളകൊക്കെ എടുത്തു വെച്ച് വേപ്പിലയും എടുത്തു വെച്ചു കേട്ടോ. പച്ചമുളകൊക്കെ നമുക്ക് കീറിയിടാം, അരക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പച്ചമുളകും എടുത്തു വെച്ചു. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി നമുക്കിതേ അരച്ച് ഒരു ക്രീം രൂപത്തിലാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി സെറ്റാക്കി അരച്ച് വെച്ചു കേട്ടോ മിക്സിയുടെ ജാറിൽ. അങ്ങനെ അരച്ച് ഇതേ അടുപ്പത്തേക്ക് വെച്ചു. എല്ലാം കൂടി പച്ചമുളകും വേപ്പിലയൊക്കെ കീറിയിട്ടു. അത് കഴിഞ്ഞ് ഉപ്പും പുളിയും ഒക്കെ ഇട്ട് ലാസ്റ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മീനിട്ടത്. അങ്ങനെ അതേ മീനൊക്കെ എല്ലാം റെഡിയാക്കി കറിയായി കേട്ടോ. അങ്ങനെ അതേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബൈ ബൈ, സി യു, ടാറ്റാ.